ജ്ഞാനികളുടെ ആചാര്യൻ എന്നറിയപ്പെട്ട ഗ്രീക്ക് തത്വചിന്തകൻ അരിസ്റ്റോട്ടിൽ. പെരിയോർ എന്ന് വിളിക്കപ്പെട്ട തമിഴ്നാട്ടിലെ നേതാവ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ സമരനായിക അരുണ ആസഫ് അലി. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം. വിശ്വേശ്വരയ്യ. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറഡോട്ടസ്. ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ഗ്രന്ഥം രചിച്ചത് സ്റ്റീഫൻ ഹോക്കിംഗ്. ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11. മൈ കൺട്രി മൈ ലൈഫ് എന്ന ആത്മകഥ രചിച്ചത് എൽ.കെ. അദ്വാനി. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നു എന്ന് ആദ്യമായി പ്രഖ്യാപിച്ച ശാസ്ത്രജ്ഞൻ കോപ്പർനിക്കസ്. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മരുഭൂമി താർ മരുഭൂമി. ചാൾസ് ഡിക്കൻസിൻ്റെ 2 നഗരങ്ങളുടെ കഥ എന്ന നോവലിൽ പരാമർശിച്ചിട്ടുള്ള നഗരങ്ങൾ: ലണ്ടൻ, പാരീസ്. കറുപ്പ് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ: ബ്രിട്ടൻ, ചൈന. ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി രചിച്ചത് സർ സി ശങ്കരൻ നായർ. ഭഗവാൻ എന്ന് വിളിക്കപ്പെട്ട ഗോത്രവർഗ സമരനായകൻ ബിർസ മുണ്ട.